ഇമാം മഹദി ആരാ? ഇമാം മഹദിയുടെ ജനനം മൗലിദുഹു മദീന, മദീനത്താണ് ജനിക്കുന്നത്. ഇമാം മഹദിയുടെ അധികാര കേന്ദ്രം ബൈത്തുൽ മുഖദ്ദസാണ്. നോക്കൂ, ബൈഅത്ത് നടക്കുന്നത് മസ്ജിദുൽ ഹറാമിൽ വെച്ചാണ്, ഒരു ഹജ്ജിന്റെ സീസണിൽ. ഹദീസ് ലൈഫാണെന്ന് പറയപ്പെടുന്നു, എന്നാലും അത് പറയുകയാണ്. ഒരു പരിശുദ്ധ റമളാനിന്റെ 1-ാമത്തെ രാത്രിയിൽ ഒരു ചന്ദ്രഗ്രഹണം സംഭവിക്കും പോലും. അതേ റമളാനിലെ 15ന്റെ പകലിൽ ഒരു സൂര്യഗ്രഹണവും നടക്കും. ആ റമളാനിന് ശേഷം വരുന്ന ഹജ്ജിന്റെ സമയത്താണ് ഇമാം മഹദി പുറപ്പെടുന്നത്. നിങ്ങളിപ്പോ ചിലരൊക്കെ ചിന്തിക്കുന്നുണ്ട്, എന്താണോ ഈ അബൂ ഷമാസ് പോലെ പറയുന്നത്, ഇതൊക്കെ സംഭവിക്കുവോ? അങ്ങനെ ഒരാൾ വരുവോ ഇമാം മഹദി? അല്ലേ? എല്ലാവരും എല്ലാം നിഷേധിക്കും, ഓരോന്നിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും, അല്ലേ? ഇമാം മഹദി വരുന്നതിനു മുമ്പ് 3 കാരണങ്ങൾ സംഭവിക്കണം, 3 പശ്ചാത്തലം ഒരുക്കപ്പെടേണ്ടതുണ്ട്. 3ഉം പറഞ്ഞിട്ട് നമുക്ക് ഇമാം മഹദിയിലേക്ക് വരാം. 1, അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. മൊത്തം 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. അല്ലാമാ ഷൗക്കാനി നൈലുൽ ഔതാറിൽ പറയുന്നു, വൽ അഹാദീസുൽ വാരിദതു ഫിൽ മഹദി 50 ഹദീസ. ഇമാം മഹദിയെ പറ്റി 50 ഹദീസുകൾ വന്നിട്ടുണ്ട്. അതിൽ ഹസനുണ്ട്, സഹീഹുണ്ട്. ഉണ്ടോ? ബുഖാരിയുടെ ഹദീസുണ്ട്, മുസ്ലിമിന്റെ ഹദീസുണ്ട്, തുർമുദിയുടേതുണ്ട്, അബൂദാവൂദിന്റേതുണ്ട്. അതുകൊണ്ട് തന്നെ അത് മുതവാത്തിറത്തുൻ, മുതവാത്തിറായ ഹദീസാണ്. മുതവാത്തിർ എന്ന് പറഞ്ഞാൽ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത ആ സഹാബി റസൂലുള്ളാഹിയുടെ ഇടയിലുള്ള നിവേദക പരമ്പര. കളവ് പറയാനോ കളവ് ചെയ്യാനോ അവർ മുന്നോട്ട് വരാത്ത അത്ര സത്യസന്ധരായിരിക്കും മുതവാത്തിറായ ഹദീസ്. അതുകൊണ്ട് സംശയിക്കണ്ട, ഇമാം മഹദിയെ പറ്റി വന്ന ഹദീസുകളൊക്കെ മുസ്ലിം ലോകം അംഗീകരിച്ചതാണ്. ഞാൻ ഇപ്പൊ പറഞ്ഞ ഹദീസിലെ ഈ അടയാളം, അത് ദാറുഖുത്നി റിപ്പോർട്ട് ചെയ്ത, അത് ലോഫ് ഉണ്ടെന്ന് പറയുന്നു. നിങ്ങളോട് ഞാനത് ഏറ്റവും പറയുന്നുണ്ട്. ഞാൻ ഇവിടെ വന്നിട്ട് സഹീഹിനെ ലൈഫാക്കാനും ലൈഫിനെ സഹീഹാക്കാനൊന്നും പോകുന്നില്ല. മനസ്സിലായില്ലേ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ വരുന്നുണ്ട്, യൂഷിക്കുൽ ഫുറാത്തു, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഇറാഖിലൂടെ ഒഴുകുന്ന യൂഫ്രട്ടീസ് നദി അത് വറ്റാനടുത്തു. അൻ കൻസിൻ മിൻ ദഹബ്, വഫീ റിവായത്തിൻ അൻ ജബലിൻ മിൻ ദഹബ്, സ്വർണത്തിന്റെ ഒരു പർവ്വതം പുറത്തേക്ക് കാണിക്കുന്ന രൂപത്തിൽ അത് വറ്റാനടുത്തിരിക്കുന്നു. ഫമൻ ഹലറഹു, ആരെങ്കിലും അവിടെ ഹാജരായാൽ ഫലാ യഖുദു മിൻഹു ഷൈആ, ഒന്നും എടുത്തു പോകരുത്. സ്വർണത്തിന്റെ നിധി, സ്വർണത്തിന്റെ ഒരു മല ആ പുഴയിൽ വെളിവാകാൻ അടുത്തിരിക്കുന്നു. വെള്ളം താഴ്ന്ന് താഴ്ന്ന് ആ മല പൊങ്ങി വരും. കണ്ടോ? ആ സമയത്ത് ആരെങ്കിലും അവിടെ ആരും എത്തരുത്. സ്വർണമലയല്ലേ, എന്നാ ഒരു ശകലം കിട്ടിയാൽ രക്ഷപ്പെടുമല്ലോ എന്ന് വിചാരിച്ച് ഒന്നും എടുക്കരുത്. കാരണം മുത്തുനബി പറയുകയാണ്, അവിടെ വരുന്ന 100 പേരിൽ 99 പേരും കൊല്ലപ്പെടും. കണ്ടോ? അപ്പോ ഈ മല വെള്ളം വറ്റി പൊങ്ങി വരേണ്ടത് ഇമാം മഹദി വരുന്നതിന് അല്പം മുമ്പാ. ഇപ്പൊ തന്നെ സിറിയ, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങൾ അവരുടെ രാജ്യത്ത് തടയണ സൃഷ്ടിക്കാൻ തുടങ്ങി. എന്തിനാ? യൂഫ്രട്ടീസ് നദിയിലെ വെള്ളം കുറയ്ക്കാൻ വേണ്ടി. എവിടെ എത്തിയെന്ന് നോക്ക്. ഇറാഖിൽ 2 പുഴയാണ് ഫേമസ്. ഒന്ന് ദിജില, ടൈഗ്രീസ്, മറ്റൊന്ന് യൂഫ്രട്ടീസ്. ബഗ്ദാദ് നഗരമില്ലേ, ബാഗദാദ് എന്ന പൂന്തോട്ടങ്ങളുടെ നഗരം, സദ്ദാം ഹുസൈന്റെ ബഗ്ദാദ്. ആ ബഗ്ദാദ് ദിജില നദിയുടെ 2 കരയിലാണ്. ഇൻഷാ അല്ലാഹ് അത് പോണം. ഈജിപ്തിൽ പോകാൻ പറ്റി, ബൈത്തുൽ മുഖദ്ദസ് കാണാൻ പറ്റി. ഈജിപ്തിലൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ഏത്? നൈൽ. അതെ, നൈൽ നദിയിൽ ഞങ്ങൾ ബോട്ട് യാത്ര നടത്തി. യാ അല്ലാഹ്, പെണ്ണുങ്ങൾക്കൊന്നും തുണിയില്ല, നൃത്തമാണ്, കള്ളുകുടിയാണ്. നോർത്തു നോക്ക്. അമീർ ആദ്യമേ പറഞ്ഞിരുന്നു, അങ്ങനെയുള്ള നഗ്നമേനികളായ പെണ്ണുങ്ങളെ കണ്ടാൽ ആരും നോക്കരുതെന്ന്. ഭയങ്കര വെളുത്ത് സുന്ദരികളാണ്.
കള്ളു കുടിക്കുന്നു, ചഷകങ്ങൾ നിർത്തവ എന്നിട്ട് നൈൽ നദിയുടെ തീരത്തും. അല്ലാഹു തആല ഇത് മറിക്കാതെ വെച്ചിരിക്കുന്ന വലിയ അത്ഭുതം അല്ലേ അല്ലേ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു കാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഫലസ്തീനിൽ പോയിട്ടുണ്ടോ? ഫലസ്തീനിൽ പോയിട്ടുണ്ടോ? ഒരാളും ഇല്ലേ ഇവിടെ? എന്നാൽ ഇൻഷാ അല്ലാഹ് റമളാൻ കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു ഫലസ്തീൻ ട്രിപ്പ് പോകുന്നുണ്ട്. ഞാനൊരു 6 വർഷം മുമ്പ് പോയിരുന്നു. അന്ന് തിരുവനന്തപുരം അട്ടക്കുളങ്ങര പള്ളിയിൽ ഇമാമായി. ഇൻഷാ അല്ലാഹ് ഉംറയ്ക്ക് പോകണം, ഹജ്ജിന് പോകണം. ഞാൻ ഉംറയ്ക്ക് പോയി, ഹജ്ജിന് പോയി. അൽഹംദുലില്ലാ, ലാക്ക് ലാക്ക് ശുക്ർ. അൽഹംദുലില്ലാ, ഒരനുഗ്രഹം വന്നാൽ 100 അൽഹംദുലില്ലാ പറഞ്ഞോ. അള്ളാഹു ഇനിയും തരും നിങ്ങൾക്ക്. ലൈൻ ശകർത്തും ലസീദന്നക്കും, നന്ദി ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് കൂട്ടിത്തരും അല്ലാഹ് പറയുകയാണ്. ഇൻഷാ അല്ലാഹ് പറയുവോ? മകൾക്ക് പുതിയാപ്പള വന്നു, അൽഹംദുലില്ലാ. പാസ്പോർട്ട് കിട്ടി, അൽഹംദുലില്ലാ. കാറ് വാങ്ങിച്ചു, അൽഹംദുലില്ലാ. പഴയ വീട് പൊളിച്ച് നല്ല മണിമാളിക പണിയുന്നു, അൽഹംദുലില്ലാ. നിഅമത്തോർത്ത് അൽഹംദുലില്ലാ. അവർ അല്ലാഹ്ക്ക് ഇന്നല്ലാഹി യുഹിബ്ബു അൻ യുഹ്മദ്, അല്ലാഹ് സ്തുതിക്കപ്പെടുന്ന അല്ലാഹുവിന് ഭയങ്കര ഇഷ്ടമാ. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് ഒക്കെ ദായിമായിക്കോ. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇമാം മഹദി റളിയല്ലാഹു തആല അൻഹു വരുന്നതിന് മുമ്പ് സ്വർണ്ണമല പൊന്തി വരും. ഒന്ന്. രണ്ടാമത്തെ സാഹചര്യം ശ്രദ്ധിച്ചിരിക്കണം. ഈ 2 സാഹചര്യം കൂടെ കേൾക്കണം നിങ്ങൾ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, രണ്ടാമത്തെ സാഹചര്യം എന്ന് പറയുന്നത് യഖ്തതിലൂ ഇൻദ കൻസികും, നിങ്ങളുടെ നിധിയുടെ അടുക്കൽ പോരാട്ടമുണ്ടാകും. വഫീ റിവായത്തിൻ യകൂനു ഇഖ്തിലാഫുൻ ഇൻദ മൗതി ഖലീഫ, മറ്റൊരു റിപ്പോർട്ടിൽ വരുന്നു ഒരു ഖലീഫ മരണപ്പെടുമ്പോൾ അധികാരത്തിന് വേണ്ടി വടംവലി നടക്കും. ആര് ഖലീഫയാകണമെന്ന തർക്കമുണ്ടാകും. ഒരു റിവായത്തിൽ യഖ്തതിലു ഇൻദ കൻസികും ഐ കൻസിൽ കഅബ, കഅബയാകുന്ന നിധി എവിടെയാണോ ഉള്ളത് ആ മണ്ണിന് വേണ്ടി പോരാട്ടമുണ്ടാകും, അധികാരത്തിന് വേണ്ടി. കഅബ ഏത് രാജ്യത്താണുള്ളത്? ഫലസ്തീനില്ല. ഫലസ്തീനിൽ ബൈത്തുൽ മുഖദ്ദസ്. കഅബ എവിടെയാ ഉള്ളത്? മാഷാ അല്ലാഹ്, ഗുഡ്. എൻ്റെ മക്കൾക്കെല്ലാം അറിയാം, സൗദി അറേബ്യ. അതെ, ആദ്യം ഹിജാസ് ആയിരുന്നു, പിന്നെയാണ് അൽ മലിക് സഊദ്, അദ്ദേഹമാണ് ആധുനിക സൗദി അറേബ്യ ഉണ്ടാക്കിയത് കേട്ടോ. അതൊക്കെ വലിയ ചരിത്രമാണ്, പിന്നെ പറയാം. എല്ലാം നിങ്ങൾ വായിച്ചു പഠിക്കുക. അള്ളാഹു പടച്ചോൻ തൗഫീഖ് ചെയ്യട്ടെ മനസ്സിലാക്കാൻ. സൗദി അറേബ്യയിലാ. അപ്പോൾ ഖലീഫ മരിക്കും. എവിടുത്തെ ഖലീഫയാ? സൗദിയുടെ ഖലീഫ അല്ലേ? എന്നെ പൊക്കിക്കൊണ്ട് പോകുമെന്നറിയില്ല. ഉംറയ്ക്ക് പോകുമ്പോഴേ അല്ല, നിങ്ങളാണോ അബൂ ഷമ്മാസ്? നിങ്ങളാണോ ഞങ്ങളെപ്പറ്റി അവിടെ പ്രസംഗിച്ചത്? എവിടെ? വടക്കുംതലയിൽ. കഅബയാകുന്ന നിധിക്ക് വേണ്ടി പോരാടും ആര്? സലാസത്തുൻ, 3 പേര്. കുല്ലുഹും ഔലാദു ഖലീഫ, അവര് 3 പേരും ഒരു ഖലീഫയുടെ മക്കളാണ്. അപ്പം വാപ്പ മരിക്കുമ്പോ 3 മക്കൾ അധികാരത്തിന് വേണ്ടി യുദ്ധം ചെയ്യും. 3 പേർക്ക് അത് കിട്ടുകയില്ല. സുമ്മലാ യസീറുല വാഹിദിൻ മിൻഹും, അല്ലാഹുവിന്റെ ഹബീബായ മുത്ത് പറഞ്ഞു, അവർക്ക് അധികാരം കിട്ടുകയില്ല. ഇനി നമുക്കറിയാനുള്ളത് അതേത് ഖലീഫയാണെന്നാണ്. അല്ലേ അല്ലേ? ഫൈസൽ രാജാവ് വെടിയേറ്റ് മരിച്ചു. അത് കഴിഞ്ഞ് വന്നത് ഖാലിദ് രാജാവ്. അത് കഴിഞ്ഞ് വന്നത് ഫഹദ്. അത് കഴിഞ്ഞ് വന്നത് അബ്ദുള്ള. ഇപ്പൊ ആരാ സൗദിയുടെ ഖലീഫ? ഇപ്പോഴത്തെ സൗദിയിലെ രാജാവിന്റെ പേര് പറഞ്ഞാൽ ഞാൻ ഗിഫ്റ്റ് തരും ഇൻഷാ അല്ലാഹ്. ആരാ അനസ ഇപ്പോഴത്തെ സൗദിയുടെ രാജാവിന്റെ പേര്? സൽമാൻ. ഇപ്പോഴത്തെ വലിയുൽ അഹദ് ആരാ? ഇനി സൽമാനിന് ശേഷം അധികാരം കിട്ടുന്ന ആർക്കാ? വലിയുൽ അഹദ് ആരാ? മുഹമ്മദ് ബിൻ സൽമാൻ, MBS എന്ന അറിയപ്പെടുന്നത്. അദ്ദേഹം വന്നു, 100 തിയേറ്റർ തുറന്നു. പെണ്ണുങ്ങൾക്ക് ലൈസൻസ്, അത്യാവശ്യം മുഖമൊക്കെ കാണിക്കാം, ഹിജാബൊക്കെ മാറ്റി. നല്ല പരിപാടിയാണോ ഇത്? ഡ്രൈവിംഗ് ലൈസൻസ്, റുഖ്സത്തു സിയാഖ എന്ന് പറയും. റുഖ്സ ലൈസൻസ്, സിയാഖ ഡ്രൈവിംഗ്. ഞാൻ ഇപ്പോൾ ഇത്രേ പറയുന്നുള്ളൂ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് ഇമാം മഹദി വരുന്നതിന് തൊട്ടു മുമ്പ് സംഭവിക്കും. ആ ഖലീഫയുടെ മരണം, 3 മക്കൾ കടിപിടി അധികാരത്തിന് വേണ്ടി അവർ 3 പേർക്കും കിട്ടുകയുമില്ല. ഒരു കാര്യം സൂചിപ്പിച്ചോട്ടെ,
ഇപ്പോഴത്തെ വലിയുൽ അഹദിലെ കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ നേർക്ക് നേരെ വന്നതല്ല, വേറെ 2 പേരെ അദ്ദേഹം വെട്ടിയിട്ടാണ് ഈ സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത്. അവർക്ക് അതൃപ്തി ഉണ്ടെന്ന് പറയപ്പെടുന്നു. ഇവർക്ക് സൗദിയിലുണ്ടായിരുന്നെന്ന് തോന്നുന്നു അല്ലേ? എന്നാലും അറിയാൻ കാര്യം സൗദിയ ഉണ്ടോ? പടച്ചോനെ തൊട്ട് പറയും സൗദി ആയിരിക്കുന്നത്. ഇത് സൽമാന്റെ ആളാണോ മുഹമ്മദ് ബിൻ സൽമാന്റെ ആളാണോ അറിയില്ല അല്ലേ? സുഹൃത്തുക്കളെ, 2ാമത്തെ സാഹചര്യം ഇതാണ്. 3ാമത്തെ സാഹചര്യം ശ്രദ്ധിക്കണേ. 3ാമത്തെ സാഹചര്യം, ഇമാം മഹദി വരുന്നതിന് മുമ്പ് ഒരു സഖ്യയുദ്ധം ഉണ്ടാകും. ഒരു സഖ്യയുദ്ധം എന്ന് പറഞ്ഞ മുസ്ലിമീങ്ങളും ക്രൈസ്തവ സഹോദരങ്ങളും കൂടി ഒരുമിച്ച്, പാശ്ചാത്യരും കൂടി ഒരുമിച്ച് ഒരു യുദ്ധം ചെയ്യും. ആരോട്? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങളും റോമക്കാരും തമ്മിൽ ഒരു മസ്ലഹത്ത് നടത്തും, സഖ്യം ഉണ്ടാക്കും. എന്നിട്ട് നിങ്ങളും അവരും കൂടി നിങ്ങളുടെ പിന്നിലുള്ള ഒരു ശത്രുവിനോട് പോരാടും, അല്ലെങ്കിൽ അവരുടെ പിന്നിലുള്ള ശത്രുവിന്റെ പേര് റസൂലുള്ള പറഞ്ഞില്ല. മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കൂടി സഖ്യമുണ്ടാക്കി ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. എന്നാലും ഞാൻ ചുമ്മാ അഭിപ്രായം ചോദിച്ചോട്ടെ, ആരായിരിക്കും ആ ശത്രു? സാധ്യത നമ്മുടെ മെമ്പർ പറയുന്നു ജൂതന്മാരാകാൻ സാധ്യതയുണ്ട്. 1. ഇനിയും പറ. ചൈന. അവൻ പറഞ്ഞു, ചൈനയുടെ പേര് പറഞ്ഞു. കണ്ടോ? നമ്മൾ വിചാരിക്കുന്നവരായിരിക്കില്ല, സാഹചര്യം അങ്ങോട്ടെത്തും. ഉസ്താദിന്റെ അഭിപ്രായം എന്താ? റഷ്യ, ഉക്രൈനോ? ആ അഭിപ്രായം തന്നെയാണ് നമ്മുടെ നൗഫൽ സാഹിബിനുള്ള മെമ്പർ. എന്താ അഭിപ്രായം? അവരുടെ പിന്നിലുള്ള ശത്രു നിങ്ങളുടെ പിന്നിലുള്ള ശത്രു. അല്ലാഹു ആലം അല്ലേ? അല്ലാഹു ആലം. നമ്മൾ ആരും വിചാരിക്കുന്നവരായിരിക്കില്ല ചിലപ്പോൾ ആ ശത്രു. പ്രിയപ്പെട്ടവരെ, മുസ്ലിമീങ്ങളും ക്രൈസ്തവരും ഒരുമിച്ച് നിന്ന് ഒരു പൊതുശത്രുവിനോട് യുദ്ധം ചെയ്യും. നിങ്ങൾ വിജയിക്കും, അഥവാ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഉൾക്കൊള്ളുന്ന സഖ്യസേന വിജയിക്കും. നോക്കൂ, അവർ പരാജയപ്പെടും. അവരുടെ ആയുധങ്ങൾ നിങ്ങൾ വാരിക്കൂട്ടും. നിങ്ങൾ യുദ്ധം ചെയ്യും. യുദ്ധത്തിൽ വിജയിക്കും. നിങ്ങൾ ഗനീമത്ത്, സ്വത്തുക്കൾ വാരിക്കൂട്ടും. സമരാർജിത സമ്പത്തിന് ഗനീമത്ത് എന്ന് പറയും. ഇപ്പൊ തന്നെ 1 കൊല്ലമായി റഷ്യ ഉക്രൈനിൽ അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുക. എത്രയോ പട്ടാളക്കാർ പെടഞ്ഞു മരിച്ചു. ഇന്നലെയും അൽ ജസീറ ചാനലിൽ കണ്ടു. അവരുടെ AK-47, അവരുടെ തോക്ക്, അവരുടെ ഗണ്ണ്, അവരുടെ ടാങ്ക് ഒക്കെ കിട്ടൂലേ? അവരിട്ടിട്ട് ഓടുകയല്ലേ ജീവന് വേണ്ടി. അവരും മനുഷ്യരല്ലേ? ഇപ്പൊ തന്നെ റഷ്യൻ പട്ടാളക്കാർക്ക് നിരാശ വരാൻ തുടങ്ങിയെന്ന യുദ്ധം വിജയിക്കുന്നില്ലല്ലോ. എന്തിനാ യുദ്ധം അല്ലേ? അവരുടേതായ കാരണങ്ങളുണ്ടാവും. അള്ളാഹു ലോകത്ത് സമാധാനം പടച്ചവൻ നിലനിർത്തി തരട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, തീർന്നില്ല. നോക്കൂ, അങ്ങനെ മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും യുദ്ധത്തിൽ വിജയിച്ച് പച്ച പുല്ല് പിടിച്ച് കിടക്കുന്ന ഒരു മൈതാനത്ത് വന്ന് വിശ്രമിക്കും. അപ്പോൾ മുസ്ലിമീങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു അവിവേകമുണ്ടാകും. എന്താ കാരണം? അതിനൊരു കാരണമുണ്ട്. ക്രിസ്ത്യാനികൾപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേൽക്കും. കുരിശുയർത്തിപ്പിടിക്കും. എന്നിട്ട് അദ്ദേഹം പറയും ഇന്നത്തെ സഖ്യയുദ്ധത്തിൽ വിജയിച്ചത് കുരിശാണെന്ന് പറയുമ്പോൾ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരു പട്ടാളക്കാരൻ എഴുന്നേറ്റുകൊണ്ട് ആ പട്ടാളക്കാരനെ കൊല്ലും. നോക്കൂ, ഒരു അവിവേകം ഉണ്ടാകും. ഈ പട്ടാളക്കാരൻ കൊല്ലപ്പെടുന്നതോടുകൂടി ക്രൈസ്തവർ മുസ്ലിങ്ങളുമായി ഉണ്ടാക്കിയ സഖ്യം പൊളിയും. റോമക്കാർ ആ സഖ്യം പൊളിക്കും. എന്നിട്ട് അവർ മടങ്ങും അവരുടെ നാട്ടിലേക്ക്. കണ്ടോ? നാട്ടിലേക്ക് പോകും. യൂറോപ്പിലേക്ക്. ഇറ്റലി, യൂറോപ്പ്, പാശ്ചാത്യൻ സേന അവരവരുടെ നാട്ടിലേക്ക് പോകും.
പക്ഷേ ഇനിയൊരു മടക്കമുണ്ടവർക്ക്. ഞാൻ അത്ഭുതപ്പെടുകയാണ്. കാരുണ്യത്തിന്റെ പ്രവാചകൻ ഇതെല്ലാം കണ്ണിൽ കണ്ടതുപോലെ പറഞ്ഞു തരികയാണ്. എന്തൊരു പ്രവചനമാണ് നബിയുടെ പ്രവചനം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വയഅതൂനകും തഹത 80 ഗായ. നിങ്ങളിലേക്ക് അവർ വരും, ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് അവർ വരും. തഹത 80 ഗായ, 80 പതാകയുടെ പിന്നിൽ, 80 കമാൻഡർമാരുടെ പിന്നിൽ അവർ വരും. തഹത കുല്ലി ഗായത്തിൻ 12 അൽഫാ. ഓരോ പട്ടാളക്കാരൻ കമാൻഡറുടെ പിന്നിലും 12,000 പട്ടാളമുണ്ടാകും. അങ്ങനെ 80 കമാൻഡർമാർ, ഒരു കമാൻഡറുടെ പിന്നിൽ 12,000, 12,000, അങ്ങനെ 80 കമാൻഡർമാർ. ബികോംകാർ കണക്കൂട്ടി പറ, എത്രയാ മൊത്തം പട്ടാളക്കാരുടെ എണ്ണം? നീ തല പുണ്ണാക്കണ്ട, ഞാൻ പറഞ്ഞേക്കാം. 9,60,000 പട്ടാളം. ആരാ റസൂലുള്ളാഹിക്ക് ഈ വിവരം കൊടുത്തത്? ആമിന ബീവിയുടെ മുത്തുമോൻ, എഴുത്തും വായനയും അറിയാത്ത റസൂലുള്ളാഹി, നിരക്ഷര കുക്ഷി. റസൂലുള്ളാഹി എഴുത്തും വായനയും പഠിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സാദിഖുൽ മസ്ദൂഖ്, ജീവിതത്തിൽ സത്യം മാത്രം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ. മൈക്കിൾ എച്ച് ഹാർട്ട് ലോകത്തെ സ്വാധീനിച്ച 100 പേരുടെ ചരിത്രം എഴുതി. ഒന്നാമത് ആരെ വെക്കണം? തല പുകഞ്ഞാലോചിച്ചു. അവസാനം അദ്ദേഹത്തിന് ഉത്തരം കിട്ടി, പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാ, പക്ഷേ യേശുവിന്റെ പേര് അദ്ദേഹം 3-ാം സ്ഥാനത്താ വെച്ചത്. മുഹമ്മദ്, മുഹമ്മദ്. ഓ പടച്ചവനെ, ഇത്രയൊന്നും സമ്പൽ സമൃദ്ധി ഇല്ലായിരുന്നു, കൊട്ടാരങ്ങളും ഇല്ലായിരുന്നു, കാറും ഇല്ലായിരുന്നു, ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് മുഹമ്മദ് എന്ന് പറഞ്ഞാൽ നല്ല ഒച്ചയ്ക്ക് സലാം പറയുമായിരുന്നു. ഇപ്പൊ കൊട്ടാരങ്ങളായി, അല്ലോ ഡൂക്ക് ബൈക്കായി, ഓടി കാറായി, ബെൻസായി, എല്ലാ സൗകര്യങ്ങളായി. ഇപ്പൊ എല്ലാവർക്കും മരവിപ്പ് തുടങ്ങി, ഷുഗറും BP-യും അറ്റാക്കും അല്ലേ? മുഹമ്മദ്, അൽഹംദുലില്ലാഹ്. പരിശുദ്ധ ത്വയ്ബ പുണ്യമദീനയിൽ പച്ച കുബ്ബയിൽ വിശ്രമിക്കുന്ന 160 കോടി മുസൽമാന്റെ നെഞ്ചിലെ ചങ്കിലെ രാജകുമാരൻ മുഹമ്മദ് മുസ്തഫ. റസൂലുള്ളാഹിയുടെ മദീനയിൽ ചെന്ന മുത്തനബിക്ക് സലാത്തും സലാമും പറയാൻ തൗഫീക്ക് നൽകട്ടെ. ഓ ദിൻ കബായേഗാ മദീന കോ ജായേ ഹം, ഖാകേ ദറേ റസൂൽ കാ സുർമാ ലഗായേ ഹം. ഓ ദിൻ കബായേഗ, എപ്പോഴാണ് ആ ദിവസം കടന്നു വരിക? മദീന കോ ജായേ ഹം, മദീനയിൽ ചെന്ന് പച്ച കുബ്ബയുടെ മുമ്പിൽ നിന്ന് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബി യാ റസൂലല്ലാഹ് എന്ന് സലാം പറയാൻ എന്ന് കഴിയും? കവി ചോദിക്കുകയാണ്, പരിശുദ്ധ ത്വയ്ബയുടെ മദീനയുടെ മണ്ണെടുത്ത് സുർമ എഴുതുന്ന ദിവസം കണ്ടോ? അവിടുത്തെ മണ്ണെന്ന് മാറി തിന്നേക്കല്ലേ. കവിത ആലങ്കാരികമായിട്ട് പറയും, അതൊരു ആലങ്കാരികമാണ്. അത്രമാത്രം ഞാൻ മദീനയെ സ്നേഹിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ? അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോണം. മരണം എപ്പോഴാന്ന് പറ്റൂല. വേഗം ഹജ്ജിന് ഉംറയ്ക്കും പൊക്കോ. ഹജ്ജിന് കിട്ടിയില്ലെങ്കിൽ ഉംറയ്ക്ക് പോ. ഹജ്ജിന് ഇപ്പം 4 ലക്ഷം രൂപ, 5 ലക്ഷം രൂപയാ. ഉംറയ്ക്ക് ഇപ്പം 85,000 രൂപയ്ക്ക് ഉംറ ചെയ്യാം. അല്ലോ ഉസ്താദേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരോടത്തി പൊക്കോ. എനിക്ക് അങ്ങനെ ഒരു ട്രൂപ്പും ജമാഅത്തൊന്നും ഇല്ല. ഞാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിചാരിക്കാം ഞാൻ കമ്മീഷൻ അടിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരുടെ കൂടെ പൊക്കോ. റാഹത്തായിട്ട് അമൽ ചെയ്യണം ഇൻഷാ അല്ലാഹ്. അല്ല, റസൂലുള്ള ഇത്ര കൃത്യമായിട്ട് എങ്ങനെ പറഞ്ഞു? ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. ആയത്ത് ഏത് സൂറത്തിലാ ഉള്ളത്? വന്നജ്മി സൂറത്തിലാ അല്ലേ? ഓതട്ടെ ഓതട്ടെ. നിങ്ങളുടെ പാട്ടും സംഗീതമൊക്കെ മാറിയിരിക്കും ഖുർആൻ. വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യന്തിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. കണ്ടില്ലേ?
അത് നബി തിരുമേനിക്ക് ലഭിക്കപ്പെടുന്ന വഹയാണെന്ന് പരിശുദ്ധ ഖുർആൻ. വമാ യന്തിഖു അനിൽ ഹവാ, സ്വേച്ഛപ്രകാരം, സ്വന്തം ഇച്ഛപ്രകാരം നബി ഒന്നും മൊഴിയാറില്ല. ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, അത് നബിക്ക് നൽകപ്പെടുന്ന വഹയാണ്, ദിവ്യബോധനമാണ്. അല്ലമഹു ശദീദുൽ ഖുവാ ذو مرة فاستوى وهو بالأفق الأعلى ثم دنا فتدلى فكان قاب قوسين أو أدنى. എന്താ ഖുർആന്റെ സംഗീതം അല്ലേ? ഇൻഷാ അല്ലാഹ് പൊന്നമക്കളെ ഹാഫിലിങ്ങളാക്കുവോ? ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ ആഗ്രഹമുണ്ടോ ഹാഫിലാകാൻ? ഒന്ന് കൈപൊക്കിക്കേ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. നിങ്ങളിൽ നിങ്ങളുടെ ഫാൻ ആരാണ്? മെസ്സി ആണോ, റൊണാൾഡോ, ക്രിസ്ത്യാനോ റൊണാൾഡോ ആണോ, നെയ്മർ ആണോ? ആരാ നിങ്ങളുടെ ഫാൻ? എന്നാൽ ഞാനതൊന്നുമല്ല. ഗോൾ അടിച്ചിട്ട് ഒരാൾ ഓടിച്ചെന്ന് ഉമ്മാക്കൊരു ഉമ്മ കൊടുക്കുന്നുണ്ടോ? ആരത്? ഹക്കീമി. ഞാൻ ഹക്കീമിയുടെ ആളാണ്. ഇത്രയും ഉമ്മാർ പ്രതീക്ഷയില്ല. എന്നാ കേട്ടോ, ഒറ്റ സ്ഥലത്തൊന്നും മെസ്സി പോയിട്ടില്ല. എല്ലാ സ്ഥലത്തും മെസ്സി ഇങ്ങനെ നിൽക്കുക നമ്മുടെ കേരളത്തിൽ. കട്ടൗട്ടാണോ? ആരോ പറഞ്ഞിട്ട് മെസ്സിക്ക് ഉറക്കം വരുന്നില്ല. അത് കാരണം ഫുൾ സ്വർണത്തിന്റെ കപ്പല്ലേ കിട്ടിയത്. കെട്ടിപ്പിടിച്ച് ഉറക്കുവാ പോലും മെസ്സി. കിട്ടിയ ഉടനെ മുത്തം വെച്ചു. പിന്നെ നമ്മുടെ ഖത്തറിലെ അമീറില്ലേ, ഷേഖ് അൽത്താനി, പേരെന്താ? തമീം മിടുക്കൻ. ആരാ പറഞ്ഞ? ആരാ പറഞ്ഞ? മിടുക്കന്മാരാണ് കേട്ടോ, മാഷാ അല്ലാഹ്. ഈ മക്കളെയൊക്കെ അൽഹംദുലില്ലാഹ് അള്ളാഹു കബൂലാക്കട്ടെ. ഷേഖ് തമീം ചെറുപ്പക്കാരനാണ്. എന്താ അല്ലേ, ഒരു കളി പോലും അദ്ദേഹം ഇസ്ലാമിന്റെ പ്രബോധനത്തിന് ദഅവത്തിനാക്കിയത് കണ്ടില്ലേ? ശരി, ആദ്യം കളി തുടങ്ങി സുലൈൽ സ്റ്റേഡിയത്തിൽ വെച്ച് ഖുർആന്റെ ആയത്തോതി. ആ പയ്യന്റെ പേരറിയാവോ? ഷെയ്ഖ് ഖാനിം അൽ മുഫ്താഹ്. 2 കാലില്ല, വികലാംഗനാണ് അല്ലേ? കണ്ടില്ലേ നിങ്ങള്? ഏതായത്താ ഓതിയത് ഖുർആനിലെ? സൂറത്തുൽ ഹുജറാത്തിലെ വിശ്വമാനവികത ഉദ്ഘോഷിക്കുന്ന ആയത്ത്. യാ അയ്യുഹന്നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. മനുഷ്യരെ, യാ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ നാം സൃഷ്ടിച്ചത് ഒരേ പുരുഷനിൽ നിന്നും പെണ്ണിൽ നിന്നും, ഒരേ ആണിൽ നിന്നും പെണ്ണിൽ നിന്നും. ആദം ഹവ്വ. നോക്കൂ, ത്രേസ്യാമ്മ ചേച്ചിയും ജമീല താത്തായും അബ്ദുൽ ഖുദ്ദൂസും അബ്ദുറഹ്മാനും ഒക്കെ ഒരാളുടെ മക്കളാ, ആണോ അല്ലേ? പിന്നെ എന്തിനാ ഈ വർഗീയത? പിന്നെന്തിനാണ് ഈ ഹെയ്റ്റ്, ഈ വിദ്വേഷം? വജഅൽനാകും ശുഊബൻ വഖബായില ലിതആറഫൂ, നിങ്ങളെ ഗോത്രങ്ങളും ശാഖകളുമാക്കിയത് പരസ്പരം തിരിച്ചറിയാനാണ്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ലാ ഫളല ലി അറബിയ്യൻ അലാ അജമിയ്യൻ, അനറബിയേക്കാൾ അറബിക്ക് മഹത്വമൊന്നുമില്ല. വലാ ലി അബിയല അലാ സുവദ, കറുത്തവനേക്കാൾ തൊലി ചുവന്നവന് വെളുത്തവന് ഒരു മഹത്വമൊന്നുമില്ല. ദൈവത്തിന്റെ അടുക്കൽ, അല്ലാഹുവിന്റെ അടുക്കൽ മഹത്വം മിന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, ഏറ്റവും ഭക്തി പ്രകടിപ്പിക്കുന്നവനാണ്, തഖ്വയുള്ളവനാണ്, സൂക്ഷ്മതയോടെ ജീവിക്കുന്നവനാണ്. അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ, അല്ലേ? അല്ലാഹു നമ്മളെ ആ വിഭാഗത്തിൽ ഉൾപ്പെടുത്തട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇമാമുന മഹ്ദി റളിയല്ലാഹു അൻഹു ഒരു യാഥാർത്ഥ്യമാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അത് വരാനിരിക്കുന്ന ഒരു വലിയ ദൃഷ്ടാന്തമാണ്. എന്തിനാ അല്ലാഹു തആല ഇമാം മഹ്ദി വിടുന്നതെന്നറിയോ? എന്തിനാ? മനുഷ്യൻ പരിധി വിട്ടു. തെറ്റുകളും പാപങ്ങളും അക്രമങ്ങളും, എന്തൊരക്രമം മനുഷ്യൻ കാണിക്കുന്ന. ഉലൈക കൽ അൻആം, അവർ നാൽക്കാലിക്ക് തുല്യം, ബൽഹും അളൽ, ഇവിടത്തെ മൃഗം പോലും ചെയ്യാത്തത് മനുഷ്യൻ ചെയ്യാൻ തുടങ്ങി. നോക്കൂ നിങ്ങൾ, പാവപ്പെട്ട മനുഷ്യരെ കൊണ്ടുപോയി നരബലി നടത്തുക,
എന്നിട്ട് ആ ഇറച്ചി മുറിച്ച് ഫ്രിഡ്ജിൽ വെക്കുക. മനുഷ്യന്റെ പച്ച മാംസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് തിന്നുക, ഹീനമായ കൊലപാതകം നടത്തുക. എന്തൊക്കെയാ ലോകത്ത് നടക്കുന്നത് അല്ലേ? അള്ളാഹു ചിന്തിക്കാൻ തൗഫീഖ് നൽകട്ടെ. മനുഷ്യ മനസ്സിൽ നിന്ന് കരുണയെല്ലാം പറ്റിപ്പോയി അല്ലേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അസ്സാഇ അലൽ അർമിലത്തി വൽ മിസ്കീൻ, ഭർത്താവ് മരണപ്പെട്ട് വിധവയായി കഴിയുന്ന വൈധവ്യം ഏറ്റുവാങ്ങിയ പെണ്ണ് ഓരോ മഹല്ലിലുമുണ്ട്, ഓരോ ഇടവകയിലുമുണ്ട്, നാട്ടിലുമുണ്ട്. മെമ്പറാ, പഞ്ചായത്ത് മെമ്പറാ അല്ലേ? നിങ്ങളുടെ വാർഡിൽ എത്ര പേരുണ്ട്? ഞങ്ങൾ ഈരാറ്റുപേട്ടയിൽ കണക്കെടുത്തപ്പോൾ 1800 വിധവയുണ്ട് ഈരാറ്റുപേട്ടയിൽ. മനസ്സിലായി? മാസം 3000 രൂപ വെച്ച് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി മുസ്ലിം ലീഗ് ഭരിക്കുന്ന പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയാണ്. 3000 രൂപ വെച്ച് കൊടുക്കാൻ പാസ്സാക്കി. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, പൈസ ഇല്ല, ദാരിദ്ര്യം വന്നാൽ എങ്ങനെ മുന്നോട്ട് പോകും? അപ്പോൾ കിട്ടുന്ന ഒരു ചികിത്സാ സഹായം വലിയ നിധിയാണ്. എത്ര പെൺകുട്ടികളാണ് പുര നിറഞ്ഞു നിൽക്കുന്നത്? എത്ര പേർക്ക് കിടപ്പാടമില്ല, വാടകയ്ക്ക് താമസിക്കുന്നു. ഞാനും നിങ്ങളും കൊട്ടാരത്തിൽ താമസിക്കുമ്പോ എത്രയോ പാവങ്ങളാണ് ഇടിഞ്ഞു പൊളിഞ്ഞ സുഹൃത്തുക്കളെ, പ്രാഥമിക കാര്യങ്ങൾക്ക് പോലും നിവർത്തിയില്ലാതെ ജീവിക്കുന്നത് അല്ലേ? തന്നാൽ കരേറ്റേണ്ടവരെത്ര പേരോ താഴത്തു പാഴ്ചേറ്റിൽ അമർന്നിരിക്കെ താനൊറ്റയിൽ ബ്രഹ്മപദം കൊതിക്കും തപോനിരിക്കെന്തൊരു ചാരിതാർത്ഥ്യം. കണ്ടോ? തന്നാൽ കരേറ്റേണ്ടവരെത്ര പേരോ. ഞാനും നൗഫൽക്കായും അൻവർക്കായും മനാഫിക്കായും ഒക്കെ കൈപിടിച്ച് പൊക്കേണ്ട എത്രയോ പാവങ്ങൾ സമുദായത്തിലുണ്ട്. അവരെയൊക്കെ ഒന്ന് പൊക്കിവിട്ടാൽ മിടുക്കന്മാരും മിടുക്കികളും ഒരു കൊടയും ഒരു ബാഗും കുറച്ച് ബുക്കും ഒക്കെ കൊടുത്ത് സഹായിച്ചാൽ അവർ കേറിപ്പോകും അല്ലേ? പക്ഷെ നമ്മുടെ ചിന്ത എന്താ? എപ്പോഴും ആരാധനാലയങ്ങളിൽ നിന്ന് ജപമാല ഇങ്ങനെ കറക്കി വിടണം. അള്ളാഹുവിന് ഇഷ്ടം അതല്ല. കുടിനീര് കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിനിഷ്ടം. വിശപ്പ് മാറ്റിക്കൊടുക്കുമ്പോഴാണ് അള്ളാഹുവിനിഷ്ടം. ഒരു ജോഡി വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുമ്പോഴാണ്. ബുഖാരിയുടെ ഹദീസാണ്. ഉണ്ടോ? മുത്തനബി പറഞ്ഞു, വെള്ളം തടയരുത്, തീ തടയരുത്, ഉപ്പ് തടയരുത്. ഉണ്ടോ? പുല്ല്. എന്താ അതൊക്കെ വെച്ചത്? ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോക്കൂ, നിങ്ങളെല്ലാം സൂചി വീണാൽ അറിയും എന്തൊരു ഡിസിപ്ലിനാണ്. അള്ളാഹു നമ്മുടെ ഈ സദസ്സിനെ കബൂലാക്കി തരട്ടെ. അള്ളാഹു ഈ സദസ്സിനെ സ്വീകരിക്കട്ടെ. ചിന്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 3 പശ്ചാത്തലം ഉണ്ടാവണം. അതിൽ 3ാമത്തെ പശ്ചാത്തലം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, സഖ്യം നഷ്ടപ്പെട്ട് പാശ്ചാത്യ പട്ടാളം യൂറോപ്പിലേക്ക് പോയി തിരിച്ചു വരുന്നതിന് കാലാവധിയുണ്ട്. റസൂലുള്ളാഹിക്ക് എങ്ങനെ പറയാൻ കഴിഞ്ഞു? ഖദരി ഹംലിൽ മർഅ, ഒരു പെണ്ണിന്റെ ഗർഭധാരണ കാലഘട്ടം 9 മാസം. 9 മാസത്തിന് ശേഷം ആ സംഘം തിരിച്ചു വരും, ഇസ്ലാമിക രാജ്യത്തിലേക്ക് തിരിച്ചു വരും. എന്തിനാ വരുന്നത്? മൂക്കുമുട്ടിക്കാനും കെട്ടിപ്പിടിക്കാനും കാപ്പി കുടിക്കാനുമല്ല, കഹുവ കഴിക്കാനല്ല. പിന്നെ അവര് വരുന്നത് 9,60,000 പട്ടാളം. 80 കമാൻഡർമാരുടെ പിന്നിൽ 12,000 വെച്ച് 9,60,000 പട്ടാളം. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കണക്ക് തെറ്റുകയില്ല. കാരണം മുത്തുനബി സ്വന്തം ഇഷ്ടപ്രകാരം ഒന്നും പറയാറില്ല. അത് അള്ളാഹുവിന്റെ നിർദ്ദേശമാണ്. എവിടെ വന്നിട്ട് എവിടെയാ തമ്പടിക്കുക? മുത്തുനബി പറയുകയാണ്, ലാ തഖൂമുസ്സാഅതു, ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല, ഹത്താ യൻസിലർ റൂം, പാശ്ചാത്യ റോമക്കാർ ഇറങ്ങുന്നത് വരെ, ബിദാബിക്കിൻ ഔ ബിൽ അഅമാക്, ദാബിക്കിൽ അല്ലെങ്കിൽ അഅമാകിൽ, അത് സിറിയയിലെ 2 ഗ്രാമങ്ങളാണ്. സിറിയ. ഇനിയൊരു യുദ്ധം വരും, മഹായുദ്ധം. മൽഹമത്തുൽ കുബ്ര, മൽഹമത്തുൽ ഉളുമ. മിഷ്കാത്തിലൊക്കെ ഓതിയില്ലേ? ആ ഹദീസൊക്കെ മിഷ്കാത്തിലുണ്ട്, മുസ്ലിമിലുണ്ട്, ബുഖാരിയിലുണ്ട്. 1ാം ലോക മഹായുദ്ധം കണ്ടവരുണ്ടോ?
വേൾഡ് സെക്കൻഡ് വാർ കണ്ടോ? സൈലാബ്ദീനിക്ക കണ്ടിട്ടുണ്ടാവും അല്ലേ? ഓർമ്മയുണ്ടോ വേൾഡ് സെക്കൻഡ് വാർ? ഒന്നാം ലോക മഹായുദ്ധം, രണ്ടാം ലോക മഹായുദ്ധം, ഇനിയൊരു മഹായുദ്ധം, ലോകമഹായുദ്ധം വരുന്നുണ്ട്. അത് ഈ യുദ്ധമാണ്. മൽഹമത്തുൽ കുബറ എന്ന് പറയും, മൽഹമത്തുൽ ഉളുമ എന്നും പറയും. ആ യുദ്ധത്തിന് ക്രൈസ്തവ സഹോദരങ്ങൾ പറയുന്നത് ആർമഗഡൻ യുദ്ധം എന്നാണ്. ക്രൈസ്തവ കുട്ടികളോട് ചോദിച്ചാൽ അവർ പറയും, ഓ ജീസസ് കം, യേശുവേ വന്നാലും. ഉണ്ടോ? പരിശുദ്ധ ഖുർആൻ പറയുന്നു ഈസാ നബി ഇനി ഭൂമിയിലേക്ക് വരാൻ പോകുന്നു. കണ്ടോ? ബുഖാരിയുടെ ഒരു ഹദീസുണ്ട്, കൈഫ അൻതും ഇദാ നസല ഫീകും ഇബ്നു മറിയം വഇമാമുകും മിൻകും. എന്തൊരു ഹദീസല്ലേ? കൈഫ അൻതും, നിങ്ങൾക്ക് എന്ത് അനുഗ്രഹമാണ്. ഇദാ നസല ഫീകും ഇബ്നു മറിയമ, വാനലോകത്ത് നിന്നു ഈസാ നബി യേശു ഭൂമിയിലേക്ക് ഇറങ്ങി വന്നാൽ സ്വീകരിക്കുന്നത് ആരാണ്? വ ഇമാമുകും മിൻകും, നിങ്ങളിൽ നിന്ന് ഇമാം മഹദി സ്വീകരിക്കും. ഇമാം മഹദിയും ഈസാ ഇബ്നു മറിയമും ഒന്നിക്കുന്ന ആ കാലഘട്ടം. മാഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ജീവിച്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? പ്രതിസന്ധികൾ എങ്ങനെ ജീവിക്കും അല്ലേ വയസ്സുകാലത്ത്? അള്ളാഹുവേ ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കും അല്ലേ? ഇനി നമ്മളില്ലെങ്കിലോ ഈ കൊച്ചു കുട്ടികളുണ്ടാവും, അന്ന് യുവാക്കളായി മാറും ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ ഈസാ നബിയെ കാണാൻ? ഇമാം മഹദീനെ കാണാനോ? കെട്ടിപ്പിടിക്കുവോ? മാഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ.